കീർത്തനങ്ങളാ മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. ബലിപീഠത്തിൽ നിങ്ങൾ ബലിയേകിടുമ്പോൾ ഹൃദയത്തിൽ സ്നേഹം നിറച്ചിടുവിൻ. ബലിപീഠത്തിൽ നിങ്ങൾ ബലിയേകിടുമ്പോൾ ഹൃദയത്തിൽ സ്നേഹം നിറച്ചിടുവിൻ. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങളാ അനുതാപത്തോടെ ബലിയർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങളാ അനുതാപത്തോടെ ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരെ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. നാമത്തിൽ നിങ്ങൾ ഒന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇതു ചെയ്തിടുവിൻ. നാമത്തിൽ നിങ്ങൾ ഒന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇതു ചെയ്തിടുവിൻ. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹവാത്സല്യങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ അവസ്ഥപിതാവ് ചേർന്ന് സകല അപ്പോസ്തലന്മാരും എല്ലാ വിശുദ്ധന്മാരും ചേർന്ന് ഇന്നത്തെ വിശുദ്ധനായ വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പയോട് ചേർന്ന് ഈ ബലി നമുക്ക് അർപ്പിക്കാം. 10-ാം പീയൂസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ വിശ്വാസം ആഴപ്പെടുവാനും എല്ലാ ജനങ്ങളും ദൈവത്തിങ്കിലേക്ക് പുനരുദ്ധരിക്കുവാനും വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത വിശുദ്ധനാണ്. അദ്ദേഹം പ്രത്യേകിച്ച് കുരിശുദ്ധ കാലങ്ങളിൽ യുദ്ധകാലഘട്ടത്തിലൊക്കെ നെഞ്ചു തകർന്നാണ് അദ്ദേഹം മരിക്കുക. കാരണം സമാധാനവും സന്തോഷവും സ്നേഹവുമാണ് സഭയുടെ ഏറ്റവും വലിയ പ്രതീകം. ആ സ്നേഹവും സമാധാനവും സന്തോഷവും എവിടെയും പ്രതിഫലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. നാം ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, പ്രായപൂർത്തിയായവർക്ക് ദിവ്യകാരുണ്യം നൽകുവാനുള്ള വലിയ അനുഗ്രഹം നമ്മളുടെ ആദ്യ കുർബാന സ്വീകരണ കുട്ടികൾക്ക് നൽകാനും ആദ്യം തിരുസഭയിൽ ആരംഭിക്കുന്നത് വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പയാണ്. നമ്മൾ ദിവ്യകാരുണ്യം പരിശുദ്ധമായ ബലി അതീവമായ പരിശുദ്ധിയോടുകൂടെ പങ്കുചേരുവാനും സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് ഈ ബലി പ്രാർത്ഥിക്കാം. നാം ഈ ബലി അർപ്പിക്കുമ്പോൾ ഇന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം വായനയിൽ നാം ശ്രവിക്കുന്നത് ഇപ്രകാരമാണ്. പ്രവാചകനെ അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഈ അസ്ഥികൾക്ക് ജീവനുണ്ടോ എന്ന് ദൈവമായ കർത്താവ് പ്രവാചകനോട് ചോദിക്കുന്നു.
പ്രവാചകൻ പറയുന്ന ദൈവമേ അങ്ങ് എല്ലാം അറിയുന്നു എങ്കിൽ നീ പ്രവചിക്കുക. പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ഉണങ്ങി വരണ്ട അസ്ഥികൾ ഇങ്ങനെ ഗിരിഗിരിഗിരി ശബ്ദം കേൾക്കുകയും അവയ്ക്ക് മാംസം വെച്ച് പിടിപ്പിക്കുകയും ചർമ്മം വരികയും നരമ്പ് വരികയും അങ്ങനെ അവയെല്ലാം സൈന്യത്തെ പോലെ, മനുഷ്യ സൈന്യത്തെ പോലെ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ വളരെ ഒരു വരണ്ട് ഉണങ്ങിയ അസ്ഥികൾക്ക് പോലും ജീവൻ നൽകുന്ന ദൈവമായ കർത്താവ്. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിൽ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാധിക്കുക. അതുപോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കുകയും ആൾക്കാരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടും. കൽപ്പനകളുടെ സാരാംശം ഇത് തന്നെയാണ്. പരിശുദ്ധിയോടെ ഈ ബലിക്കായി അണയാം. ഈ ബലിക്കായി അണയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുന്ന അയൽവാസികളോട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന മകളായി തീരുവാൻ ഈ ബലിയെ നമുക്ക് താഴ്മയോടെ അപേക്ഷിക്കാം. ഈ ബലിയെ പ്രത്യേകിച്ച് മരണമടഞ്ഞു പോയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ബലിയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെയും കുടുംബങ്ങളൊക്കെ മരിച്ചുപോയ എല്ലാവരും ഓർക്കാം. പ്രത്യേകിച്ച് തപ്പലോടത്ത് ഡാനിയൽ, പോൾ, റീത്ത ജോർജ്, പനക്കുള്ള ആന്റണി അമ്മണി, പുള്ളിക്ക സേവ്യർ, കൈതവേലിക്കകത്ത് പേര് സ്റ്റീഫൻ, ഷൈജു ഫ്രാൻസിസ്, ശുദ്ധീകരണ ആത്മാക്കൾ, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തിങ്കൽ, ചക്കാലക്കൽ വർഗീസ്, വെട്ടിക്കാപ്പള്ളി കുടുംബത്തിൽ മരിച്ചുപോയ ശാന്തി വിൻസെന്റ്, കർത്തയാണ് മനോഹര മക്കളെല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥന ആവശ്യപ്പെടുക പാപ്പു, ജോജി മാത്യു ബന്ധനം മോചിക്കപ്പെടുവാൻ വേണ്ടി, അതുപോലെ ജസ്റ്റിൻ, ദീപ, ജഫീന, എലിസബത്ത് ജോസഫ്, ആൻഡ്രോയ കാർമോയി, അക്ഷയ്, സെബാസ്റ്റ്യൻ, മറിയം, നിയ, ബിജു, ഇൽഡ, അന്ന, കത്ര, റഫേലിയ, റിജോയ്, നിഷ, ആർവാൻ, ഡോറിസ്, ജേക്കബ്, സീന, ലില്ലി, ജോസ്, എൻട്രിക്, ഐറിൻ, വർഗീസ്, ട്രീസ, ജോസഫ്, ആൻഡോ, ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിറം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ അമൽ, ഡോക്ടർ ജോസ്, എമൽ, ജിനോ, നമ്മളെല്ലാവരെയും ഇവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നീയൊക്കെ ഓർക്കാം. കരങ്ങൾ കൂപ്പി പരിശുദ്ധിയോട് ബലിയർപ്പിക്കാം. എല്ലാ തെറ്റുകളും പാപങ്ങളും ഒരുമിച്ച് എല്ലാവരും ഏറ്റുവല്ലുക. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കത്തോലിക്ക വിശ്വാസം സംരക്ഷിക്കുന്നതിന് ക്രിസ്തുവിൽ സർവ്വതും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ പിയൂസ് പത്താമൻ മാർപ്പാപ്പയെ അങ്ങ് സ്വർഗീയമായ ജ്ഞാനവും അപസ്തോലികമായ സ്ഥൈര്യവും കൊണ്ട് നിറച്ചവർ. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും മാതൃകയും നിത്യസമ്മാനം പ്രാപിക്കാൻ കാരുണ്യപുരം ഞങ്ങളെയും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു,
മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരുകിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന്, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വാസയോഗ്യമായ നഗരത്തിലേക്ക് ഉള്ള വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. Hallelujah, 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 hallelujah. കർത്താവേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. Hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു സദുക്കായരെ വാക്കുകൾ കൊണ്ട് മുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേയർ ചോദിച്ചു. അവരൊരുവൻ യേശുവെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചു, ഗുരുവേ, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്?
അവൻ പറഞ്ഞു, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവും പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതുപോലെ തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിലും സമസ്ത നിയമങ്ങളും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ജീവന്റെ മൗനമായി നിറയുമീ ജീവിതകാലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കേണമേ, കനിവോടെ സ്വീകരിക്കേണമേ. വൈദികൻ തിരുകൈകളുന്ന പാവന പാത്രം നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കാരുണ്യപുരം അങ്ങ് സ്വീകരിച്ച് ഞങ്ങളുടെ ബലിവസ്തുക്കൾ വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്താം പീസ് മാർപ്പാപ്പയുടെ ഉദ്ബോധനങ്ങൾ പിന്തുടർന്ന് ഞങ്ങൾ ആത്മാർത്ഥമായ വിധേയത്തോടുകൂടി ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസികളുടെ മനസ്സുകളുടെ അത് സ്വീകരിക്കാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടും ആത്മാവോടും ഹൃദയങ്ങൾ ഉയർത്തവേ കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അതുചിതവും ന്യായവും കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും അങ്ങേ വിശുദ്ധരുടെ വിസ്മയനീയമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിന് ഏർപ്പാട് അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാഗ്രഹസ്യം പൂർത്തീകരിക്കുവാൻ ഈ വിശുദ്ധരുടെ സുദീർഘമായ മാതൃക വഴി ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഭക്തിനിർഭരമായ മാധ്യസ്ഥം വഴി ഞങ്ങളെ നിരന്തരം അങ്ങ് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നവരും ആകയാൽ എല്ലാ മാലാഖമാരും സകല വിശ്വത്തോടെ ചേർന്ന് ഞങ്ങളും എളിമയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകണം. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ സമരസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തു
പിതാവായ അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ലേ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പരമാർത്ഥപ്പെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും ഭാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തനെ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കും. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയും ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ മതന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ ദൈവമേ, ഈ ഭവനത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും മരിച്ചുപോയ എല്ലാവരെയും അങ്ങ് സ്വർഗ്ഗസന്നിധിയിൽ സ്വീകരിക്കുന്നത്. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹ വാർഷികദിനം ഓർമ്മിക്കുന്നത്, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ജീവൻ ജോസഫിനെയും മറ്റെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ പിതാവിനോടും ഇന്നത്തെ തിരുനാൾ കാനുവനായ വിശുദ്ധ പത്താംബിയോസും മാർപ്പാപ്പിയോടും മറ്റെല്ലാ അപ്പോസ്തലന്മാരും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവിതത്തിൽ പങ്കുചേരുവാൻ ഈ എളിയവരായ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കരങ്ങൾ കോപ്പാം, ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധനം ദിവ്യ ഉപദേശ നിർഭയം ഏച്ചുവല്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ തെറ്റുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിരുമേനി രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയോടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തത് ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ പാർത്ത് അങ്ങേ തിരുവനമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ള എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകളിലുള്ളമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോട് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കി ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കി ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ.
ദിവ്യ കുഞ്ഞാടി അനുസരിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങയുടെ ഭരണത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുസ്വരക്തങ്ങൾ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആമേൻ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ, ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി നീ എന്നും മുറിക്കപ്പെടുന്നു, സ്വയമേ ശൂന്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ പത്താംബീസ് മാർപ്പാപ്പയുടെ ഓർമ്മയെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ബോധശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുകയും അങ്ങേ സ്നേഹത്തിൽ വളരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമർപ്പിച്ചു. ദൈവത്തിന് നന്ദി. കന്യതൻ വല്ലഭൻ നീ, സർവേശസുനുവിൻ പാലകൻ നീ. കൈവേല ചെയ്തു നീ വന്ദിനാഥ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയമിച്ചു. സകല സമ്പത്തുകളുടെയും സംരക്ഷകരുമായ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാണ്. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവും ദൈവശരീരയുടെ വിരക്ത ഭർത്താവും ഔസേപിതാവിന്റെ കുടുംബ സംരക്ഷകരും തൊഴിലാളികളുടെ മാതൃകയും നന്മയുടെ മധ്യസ്ഥമായ തിരുസഭയ്ക്ക് നൽകിയത് ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യോജ്ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഔസേപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ഏറ്റുമെല്ലാം ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപിതാവേ, അങ്ങയിൽ അഭയത്തിടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നന്മകളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് ഔസേപിതാവിന്റെ പക്കൽ പരിശുദ്ധ അമ്മയുടെ പക്കൽ സമർപ്പിച്ച് എല്ലാ ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും അപേക്ഷിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ വല്ലഭമായ മധ്യസ്ഥ വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യവതരം ചെയ്ത ദൈവജനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവത്തിരുമുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ,
പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിനു വേണ്ടി ആയിരിക്കട്ടെ. ജീവിതത്തിലെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമേൽ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു അതിലെ പോലെ ഇപ്പോഴും നീക്കും. ആമേൻ. ദൈവത്തിൻ തിരുസുതനേ, പോറ്റി വളർത്തിയ താതാ, പിച്ചുകിടാങ്ങള ഞങ്ങളനാഥ, കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവേ അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 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 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കുഞ്ഞ് കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിലെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ തിരുമസായ ദൈവമേ, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വളർന്ന വിശുദ്ധ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ മധ്യസ്ഥമായിരിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശിയായി പിതാവിനും പുത്രനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായ കർത്താവിന്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ആശിഷമായ ദൈവമേ, അങ്ങേ പുത്രനെയും വളർത്തിപിതാവായ ഔസേപ്പിതാനും അതിശാലിക്കണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും ഹൃദയ സമാധാനം, സ്വർഗീയ അനുഗ്രഹം, ശാരീരിക ആരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണമേ. ദൈവം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. മോക്ഷകവാടം തുറക്കും രക്ഷാകരാമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തി തുണൈ തരേണം. തൃത്വൈകദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മധ്യ എഴുന്നള്ളിരിക്കുന്ന ആദ്യവും അന്ത്യവുമായത്, എല്ലാത്തിനെയും ആരംഭവും അവസാനമായത്,
എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും ചെയ്തു. നമുക്കെല്ലാം ജീവൻ നൽകുകയും നമ്മെ ഓരോ ദിവസവും ഉണർത്തുകയും അധ്വാനിക്കുവാനും സ്നേഹിക്കുവാനും നന്മകൾ ചെയ്യുവാനും പരോപകാര പ്രവൃത്തികൾ നിറയുവാനും കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാനുമായി ഓരോ ദിവസവും നമ്മെ കൈപിടിച്ചുണർത്തുന്ന കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. എല്ലാ ജനങ്ങളോടും ചേർന്ന് എല്ലാവരും ചേർന്ന് ഈ ആരാധന സമയം യേശുവേ സ്തുതിക്കുന്ന എല്ലാ മക്കളും ചേർന്ന് കുടുംബത്തോട് ചേർന്ന് മാതാപിതാക്കളോട് ചേർന്ന് ഭാര്യ ഭർത്താക്കളോട് ചേർന്ന് മക്കളോട് ചേർന്ന് എല്ലാവരും ചേർന്ന് യേശുവേ സ്തുതിക്കുന്നത്. എല്ലാവരും കരുണയായിരിക്കണമേ, രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, എല്ലാവിധ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, കിഡ്നി രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, കൈകാൽ വലിയിക്കുന്നവരെ, ലിവർ ഫാറ്റുള്ളവരെ, തൈറോയ്ഡ് വ്യക്തികളെ, നടുവേദന വ്യക്തികളെ, ഗർഭിണികളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പേടികൾ മാറണമേ, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം നൽകണമേ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായ ഐശ്വര്യം നൽകണമേ, ജോലി നൽകണമേ, പഠനത്തിൽ വിജയിക്കണമേ, അഡ്മിഷൻ ലഭിക്കണമേ, പരീക്ഷ വിജയിക്കണമേ, അറിയിപ്പ് മാറണമേ, മാനസിക അസുഖം മാറണമേ, വളർച്ച മാറണമേ, കർത്താവേ, ഉത്സാഹം നൽകി അടി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ വാഴാൻ വരുമോ? ഈശോയേ, ദിവ്യകാരുണ്യമേ, ഈശോയേ, ദിവ്യകാരുണ്യമേ, ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ, വിളിക്കുമ്പോൾ വിളിയേൽക്കുന്ന ഈശോ, കരഞ്ഞാൽ കരയുന്ന കടലൊപ്പുന്ന ഈശോ, പ്രിയമുള്ളവരെ സങ്കടങ്ങളെ ആശ്വാസം നൽകുന്ന ഈശോയെ, വേദനകളെ സമാശ്വസിക്കുകയും കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, വരണ്ട അസ്ഥികൾക്ക് പോലും ജീവൻ നൽകുന്ന ദൈവമേ, വരണ്ട അസ്ഥികൾക്ക് മാംസം വെച്ച് പിടിപ്പിച്ച് തിരികിര ശബ്ദത്തിലൂടെ അവയ്ക്കെല്ലാം അനക്കം നൽകി, ചർമ്മം നൽകി, ജ്ഞാനവും നൽകി, ജീവശ്വാസം അടിച്ച് സൈന്യങ്ങളെ പോലെ നിൽക്കുവാൻ ജീവൻ നൽകുന്ന കർത്താവേ, അസ്ഥികൾക്ക് പോലും ജീവൻ നൽകുന്ന ദൈവമേ, ജീവിക്കുന്നവരായ ഞങ്ങൾക്ക് അങ്ങനെ കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ, അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അയൽവാസികളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിനെതിരെ വരുന്ന എല്ലാ അശുദ്ധിയെയും തിന്മകളെയും എല്ലാ ആസക്തികളെയും ബലഹീനതകളെയും തുടച്ചു മാറ്റുമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കെട്ടുകളെയും എല്ലാവരും കൃപകൾ നൽകണമേ, അഭിഷേകം നൽകണമേ. ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ വാഴാൻ വരുമോ? ഈശോയേ, ദിവ്യകാരുണ്യമേ, ഈശോയേ, ദിവ്യകാരുണ്യമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഈശോയ്ക്ക് പരസ്പരം സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കുഴപ്പമില്ല, സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനേ, മേരി തൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ, തൃക്കടൽ വണങ്ങി വാഴ്ത്തിടാ, വാനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ, പാരിനിത്ത വാക്തഭക്തൻ പാടിടാം മനോജ്ഞ ഗീതികൾ.
വണങ്ങി വാഴ്ത്തിടാം.